Hi all, Assalamu alaikum. Welcome to another video. നമ്മൾ എഗ് പഫ്സിന്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഫ് ഷീറ്റോ അല്ലെങ്കിൽ ഓവനോ ഒന്നുമില്ലാതെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം പൊടിയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മാവാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു മാവിനേക്കാൾ ഒന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ചൊന്ന് എണ്ണ ആക്കി കൊഴുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മുകളിലായിട്ടൊന്ന് തടവി കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാളയാണ്. അതൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയോട്ടുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മല്ലിയില അതുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഫ്സിലോട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മളിത് പരത്തുന്ന സമയത്ത് 2 ഭാഗത്തും പൊടിയാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എത്രത്തോളം നമുക്കിത് നീട്ടി പരത്താൻ പറ്റും അത്രത്തോളം ഒന്ന് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. കട്ടി കുറച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല. നമുക്കിത് മടക്കിയെടുത്തിട്ട് വീണ്ടും പരത്തിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വല്ലാണ്ട് കട്ടി കുറക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നമുക്ക് പറ്റുന്നിടത്തോളം അത്രയും വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം.
ഞാനിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നെയ്യാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൈദയുടെ പൊടി ഉണ്ടല്ലോ അതൊന്ന് തൂവി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അടിഭാഗത്തുനിന്ന് നടുവിലോട്ടും മുകൾ ഭാഗത്തുനിന്ന് നടുവിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വീണ്ടും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ മൈദ തൂവി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്നും നടുവിലോട്ടും മറ്റേ സൈഡിൽ നിന്നും നടുവിലോട്ടും ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഒരു പ്രാവശ്യം കൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ വീണ്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി ചെയ്യുകയാണ്. ഇതിന് മുകളിലായിട്ട് ഒന്നുകൂടി ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് മൈദ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലൊന്ന് മടക്കി കൊടുക്കുക. വീണ്ടും നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് രണ്ട് സൈഡും മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമതൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞൊരു കട്ടിയോട് കൂടിയിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് പരത്തുന്ന സമയത്ത് ഈ ഒരു കട്ടിയിലാണ് കേട്ടോ പരത്തേണ്ടത്. ഇനി നമുക്കിതിൻ്റെ വക്ക് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു സ്ക്വയർ ഷേപ്പിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റാം. ഇനി ഇതൊന്ന് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കനത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഇനി ഫില്ലിങ് നിറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുട്ടയെ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നടുവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ പീസായിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് പബ്സിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കോണിൽ നിന്നും നടുവിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ രണ്ട് കോണിൽ നിന്നും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പബ്സിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ
എല്ലാതും ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പബ്സിന് മുകളിലായിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പബ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിൽ ഒരു പഴയ പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാന് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിന് മുകളിലായിട്ട് കുക്കർ വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറഞ്ഞ ഓയിലാണ് കേട്ടോ നമ്മളിത് വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പബ്സായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പബ്സിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇനി വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 4 സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കുറഞ്ഞ എണ്ണയിലായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പബ്സിൻ്റെ 4 ഭാഗവും ശരിയായ ഒരു ബ്രൗൺ കളർ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ 4 ഭാഗം ഒന്ന് മറിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു ഭാഗം മറിച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മറ്റേ ഭാഗവും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ പബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോം മെയ്ഡ് എഗ് പബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നമ്മൾ ഒരുപാട് നേരം പരത്തിയെടുത്തിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണയായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും പരത്തിയെടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതൊരു പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.